തലസ്ഥാന നഗരിയെ പിടിച്ചുകെട്ടാനായി NDAക്ക് സാധിച്ചെങ്കിൽ BJPക്ക് ഭരണം പിടിക്കാൻ ഇത്തവണ കഴിഞ്ഞുവെങ്കിൽ അത് പൂർണ്ണമായി ഭരണത്തിലേക്കേറും എന്ന് പറയാറായിട്ടില്ല. ഒരുപക്ഷെ കോർപ്പറേഷൻ ഭരിച്ചു തുടങ്ങുന്ന സാഹചര്യത്തിൽ പോലും ഒരു വലിയ തിരിച്ചടി BJPയെ സംബന്ധിച്ച് ആകുലത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത്രയും നാൾ ബദ്ധവൈരികളായി നിന്ന CPMഉം കോൺഗ്രസും രാത്രിക്ക് രാത്രി സുഹൃത്തുക്കളായി മാറുന്ന കാഴ്ച തലസ്ഥാനത്ത് ഒരുപക്ഷെ കാണേണ്ടി വരും. അത്തരത്തിലൊരു രഹസ്യധാരണയിലേക്ക് കടക്കുമെന്ന ഭയമാണ് നിലവിൽ രാജീവ് ചന്ദ്രശേഖറിനുമുള്ളത്. ഇതിനിടയിലാണ് BJPയെ വിജയിപ്പിച്ച മുൻ മേയറായ ആര്യ രാജേന്ദ്രനെ പൊതിരെ തന്നെ CPM പ്രവർത്തകരിൽ പലരും മാറി മാറി അടിക്കുന്നത്. അതിൽ തന്നെ മേയറുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഒരുപക്ഷെ മേയർ ആകേണ്ടിയിരുന്ന മുൻ വാർഡ് കൗൺസിലർ കൂടിയായിട്ടുള്ള വഞ്ചിയൂർ കൗൺസിലർ കൂടിയായിട്ടുള്ള ഗായത്രി ബാബു തിരഞ്ഞെടുപ്പ് ദിവസം റിസൾട്ട് വന്ന ദിവസം തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചതും പിന്നീട് അത് ഡിലീറ്റ് ചെയ്തതും അത് ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തകരുടെ തെറിയഭിഷേകവും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി BJPയെ താഴെ ഇറക്കാനുള്ള അവസാന പരിശ്രമത്തിലേക്ക് കൂടി കടക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ വലിയ തർക്കവും പൊട്ടിത്തെറിയും ഒക്കെ തന്നെയാണ് തിരുവനന്തപുരത്തെ പാർട്ടിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ മുതൽ താഴെത്തട്ടിലുള്ള ചെറിയ നേതാക്കൾ വരെ, കുട്ടി നേതാക്കൾ വരെ ഇത്തരത്തിലുള്ള അടിയും പൊരിഞ്ഞ തല്ലുമായി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇനിയിപ്പോൾ എന്ത് തരത്തിലുള്ള വിമർശനം തനിക്കെതിരെ വന്നാൽ പോലും പൊതുപ്രവർത്തനത്തിൽ നിന്നും ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്ന വാട്സപ്പ് സ്റ്റാറ്റസാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ടതിനെതിരെ ഒപ്പമുണ്ടായിരുന്ന സ്ഥിരം സമിതി അധ്യക്ഷ കൂടിയായിട്ടുള്ള ഗായത്രി ബാബു തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ മേയർക്കെതിരെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിട്ട് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് സാമൂഹിക പ്രവർത്തനം നടത്തുന്നതിൻ്റെ ചിത്രം സഹിതം ഇനി ഒരു അടി പോലും പിന്നോട്ട് പോകില്ല എന്ന് ആര്യ സ്റ്റാറ്റസ് കുറിച്ചിരിക്കുന്നത്. കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചതിലുള്ള രൂക്ഷമായ വിമർശനം CPMൽ നിന്ന് തന്നെ ആര്യക്കെതിരെ ഉയർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. BJPയെ വിജയിപ്പിച്ച ആര്യയ്ക്ക് ഒരു 100 അഭിവാദ്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് സൈബറിടത്ത് അടക്കം വളരെ രൂക്ഷമായ പോര് തന്നെയാണ് കനത്തത്. വലിയ തോതിലുള്ള ആക്ഷേപം തന്നെയായിരുന്നു ആര്യക്കെതിരെ ഉണ്ടായത്. മേയറുടെ ധാർഷ്ട്യത്തിനുള്ള ഒരു തിരിച്ചടിയായി ഈ തിരഞ്ഞെടുപ്പ് മാറിയെന്നും ജനം വിലയിരുത്തിയെന്നുമാണ് പലരും പറഞ്ഞത്. ആര്യ കോർപ്പറേഷനിൽ LDFിൻ്റെ ജനകീയത ഇല്ലാതാക്കി കളഞ്ഞെന്നും തന്നെക്കാൾ താഴ്ന്നവരോട് പുച്ഛമാണെന്നും സ്വന്തം വളർച്ചയ്ക്കുള്ള സ്ഥലമാക്കി മേയർ ഓഫീസിനെ മാറ്റിയെന്നുമായിരുന്നു ഗായത്രി ബാബുവിൻ്റെ ആരോപണം. ആ ആരോപണം ശരിവെക്കുന്നത് തന്നെയായിരുന്നു ജനങ്ങളുടെ പ്രതികരണവും ഏറ്റവും ഒടുവിൽ പെട്ടിപൊട്ടിയപ്പോൾ CPMന് നഷ്ടമായത്. പരാജയത്തിൻ്റെ കാരണം ആര്യയുടെ തലയിൽ മാത്രം കെട്ടിവെക്കേണ്ട എന്ന് ആര്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രി V ശിവൻകുട്ടിയും തൊട്ട് പിന്നാലെ എത്തിയിട്ടുണ്ട്. കോർപ്പറേഷനിൽ അധികാരം കിട്ടിയിരുന്നെങ്കിൽ ആര്യ രാജേന്ദ്രൻ മികച്ച മേയറാണെന്ന് എല്ലാവരും പറയുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞത്. നിർഭാഗ്യവശാൽ കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ആര്യയെ ഇത്തരത്തിൽ കല്ലെറിയുന്നത്. തന്നേക്കാൾ മികച്ച മേയറാണ് ആര്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. കോർപ്പറേഷനിൽ LDFന് തിരിച്ചടി ഉണ്ടായതിന് പിന്നാലെയാണ് ആര്യയ്ക്കെതിരെ ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു കേട്ടത്. ഇപ്പോഴെന്നല്ല, ഇതിനു മുന്നേയും ആര്യയ്ക്കെതിരെ ഒരു 100 വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ ധാർഷ്ട്യത്തോടു കൂടി തന്നെയായിരുന്നു ആര്യ രാജേന്ദ്രൻ കൈകാര്യം ചെയ്തതും. അക്കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. ഇത്തവണത്തെ ഭരണം നഷ്ടമായതിനുള്ള മൂലകാരണമായും ആര്യയെ തന്നെയാണ് ഏവരും ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് കാരണങ്ങൾ അനേകം. മേയറുടെ ഭരണത്തിലുണ്ടായ പിശകാണ് ഈ സീറ്റ് ചോർച്ചയെന്നാണ് ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ഇതിന് പിന്നാലെയാണ് മന്ത്രി അനുകൂലിച്ച് രംഗത്തെത്തുന്നത്. പ്രത്യേകിച്ചും ഗോഡ് ഫാദർ ആയതുകൊണ്ട് തന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യവും. ഗായത്രി ബാബു വിമർശനം ഉന്നയിച്ചത് വ്യക്തിപരമായി കണ്ടാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരിക്കലും പാർട്ടിയുടെ വിമർശനമല്ല എന്ന് മന്ത്രി പറയുന്നു. LDFും UDFും ചേർന്ന് സ്വതന്ത്രനെ പിന്തുണച്ച് നഗരസഭ ഭരിക്കുമോ എന്ന ഒരു ചോദ്യം ഇക്കൂട്ടത്തിൽ അദ്ദേഹത്തോട് ഉയർത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട വിഷയവും BJPക്ക് മുന്നിലെ വലിയ തലവേദനയും അതുതന്നെയാണ്. ജനാധിപത്യപരമായ അധികാരത്തിൽ വന്ന ഭരണസമിതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നെങ്കിൽ പോലും CPM തന്ത്രം എന്തായിരിക്കുമെന്നുള്ള ആകുലത BJP പങ്കുവയ്ക്കുന്നുണ്ട്. ഗായത്രി ബാബുവും ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള തർക്കം ഈ ഭരണസമിതിയുടെ തുടക്കം മുതൽ ഉണ്ടായിരുന്നുവെന്ന ആരോപണം ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ തുടക്കത്തിൽ തിരുവനന്തപുരം മേയറായി ഒരു പെൺകുട്ടിയായിരിക്കും, പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയായിരിക്കുമെന്ന സൂചന നൽകിയപ്പോൾ ഗായത്രി ബാബുവിൻ്റെ പേര് തന്നെയായിരുന്നു ഉയർന്നു കേട്ടത്. വലിയ തോതിൽ വാർത്തകൾ വന്ന് പ്രചരിച്ചിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി തന്നെ ആര്യ രാജേന്ദ്രൻ കടന്നു വരുന്നതും ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി ആര്യയെ നമുക്ക് നിയമിക്കാമെന്ന് CPM തീരുമാനം കൈക്കൊണ്ടത്. അതിൽ ശിവൻകുട്ടിയുടെ അടക്കം പിന്തുണ ഉണ്ടായിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ.
കഴിഞ്ഞ പാർട്ടി ജില്ലാ സമ്മേളനത്തിൽ ഗായത്രി ബാബുവിൻ്റെ പിതാവായ വഞ്ചൂർ ബാബു, ഇത്തവണ വഞ്ചൂരിൽ മത്സരിച്ച് വിജയിച്ച വഞ്ചൂർ ബാബു, ഏരിയ സെക്രട്ടറിയായ പാളയത്ത് നിന്നുള്ള പ്രതിനിധികൾ ആര്യയ്ക്കെതിരെ വ്യക്തിപരമായ വിമർശനം ഉന്നയിച്ചതൊക്കെ വലിയ തോതിൽ വാർത്തയായിരുന്നു. അങ്ങനെ അന്ന് ജില്ലാ സെക്രട്ടറി തന്നെ അതിനെ വിലക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോർപ്പറേഷനകത്തെ യുവ കൗൺസിലർമാർ തമ്മിലുള്ള ഇത്തരം പടലപ്പിണക്കങ്ങളും തർക്കങ്ങളും ഒക്കെ തന്നെ വാർത്തയായി മാറുമ്പോൾ CPM-ന് അവരുടെ പ്രതിച്ഛായ നഷ്ടമാകുന്നു. ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത അതില്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഭരണത്തെ ബാധിച്ചു എന്ന് തന്നെയാണ് കരുതുന്നത്. ആര്യയുടെ ധാർഷ്ട്യം കാരണം 100 കൗൺസിലർമാർക്കും ഒരുപോലെ തന്നെ, പ്രത്യേകിച്ചും ഇടത് കൗൺസിലർമാരായി വോട്ടഭ്യർത്ഥിക്കുന്നവർക്കൊക്കെ ഈ തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട്. 1-2 വ്യക്തികൾ മാത്രമല്ല, ഭരണസമിതിയിലുണ്ടായിരുന്ന ഭൂരിഭാഗം വേണ്ടത്ര ഉയർന്നിട്ടില്ല എന്ന് നേതാക്കൾ തന്നെ ഇപ്പോൾ പറയുന്നു. കൗൺസിലർമാരുടെ പ്രവർത്തനമൊക്കെ വളരെ മോശമായിരുന്നു. അതുതന്നെയാണ് ഈ തിരിച്ചടിക്ക് കാരണമെന്നുള്ളത് ഏറ്റവും ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. വീണ്ടും പൊതുജന മധ്യത്തിലേക്ക് നേതാക്കൾ തമ്മിൽ ഈ തമ്മിലടി ഉണ്ടാകുമ്പോൾ എന്താകും ഇനിയുള്ള തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും തദ്ദേശം കഴിഞ്ഞു, ഇനി നിയമസഭാ പോരിൽ എന്തായിരിക്കുമെന്നുള്ള ആകാംക്ഷയും ഏവരും പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിനിടയിലാണ് കോർപ്പറേഷൻ കൗൺസിലിൻ്റെ മുന്നോട്ട് പോക്കിന് കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ കഴിയാതെ വന്ന, അതും കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമാകുമോ എന്ന് ഭയന്ന് BJP ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച 2 പേരുണ്ട്. അതിലൊരാൾ കോൺഗ്രസിൽ നിന്നും വിമതനായി മാറിയതാണ്. എന്നാൽ തിരിച്ച് കോൺഗ്രസിലേക്ക് തന്നെ പോകുമെന്ന അഭ്യൂഹവും നേരത്തെ തന്നെ ശക്തമായിരുന്നു. ഇനി ആകെയുള്ള പ്രതീക്ഷ ഒരാൾ മാത്രമാണ്. അയാളെ കൂടി CPM-ഓ അതല്ലെങ്കിൽ കോൺഗ്രസോ സമീപിച്ച് ഒരുപക്ഷെ മേയറാക്കാം എന്ന് ഒരു വാഗ്ദാനം നൽകി തങ്ങൾക്കൊപ്പം നിർത്തിക്കഴിഞ്ഞാൽ ആകെ അവതാളത്തിലാകുന്നത് BJP തന്നെയായിരിക്കും. LDF-ഉം UDF-ഉം ഇപ്പോഴുള്ള ഈ പിണക്കവും പരിഭവവുമൊക്കെ മറന്നുകൊണ്ട് ഭരണം പിടിക്കാമെന്ന വ്യാമോഹത്താൽ ഒന്നിച്ചു കഴിഞ്ഞാൽ BJP-യുടെ ആ സ്വപ്നം അത് പൂവണിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പക്ഷേ പൂവണിഞ്ഞാലും മുളയിലെ നുള്ളുന്ന ഒരവസ്ഥയായിരിക്കും അതിനുണ്ടാകുന്നത്. BJP സാധ്യത ഒക്കെ തന്നെ നോക്കി കാണുന്നുണ്ട്. ഇനി വോട്ടെടുപ്പ് നടത്താനുള്ള ഒരു മണ്ഡലം കൂടിയുണ്ട്, വിഴിഞ്ഞം. അവിടെ ഒരു തരത്തിലും BJP-ക്ക് പ്രതീക്ഷയുള്ള വാർഡല്ല, കോൺഗ്രസിനുള്ള സാധ്യതയാണ് അവിടെ കൽപ്പിക്കുന്നത്. 2 സ്വതന്ത്രന്മാരുണ്ട്. അതിൽ ഒരാളെയെങ്കിലും ഏറ്റവും കുറഞ്ഞതൊപ്പം കൂട്ടിയാൽ സംഗതി സേഫ് ആയിരിക്കുന്നു. ഇതാണ് BJP നിലവിൽ കണക്ക് കൂട്ടുന്നത്. BJP-യുടെ ശ്രമവും അതുതന്നെയാണ്. പ്രാദേശിക നേതൃത്വം ഇതിനോടകം തന്നെ ഒരാളുമായി അനൗദ്യോഗിക ചർച്ചകൾ നടത്തി കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. പൗണ്ടുകടവ് വാർഡിൽ വിജയിച്ച S. സുധീഷ് കുമാറിനെ ഒപ്പം കൂട്ടാൻ UDF ശ്രമം നടത്തി കഴിഞ്ഞു. പാർട്ടിയുടെ വിമതനായി മത്സരിച്ചെങ്കിൽ പോലും പാർട്ടിക്ക് അനുഭാവമുള്ളതാണ്, പാർട്ടി അനുഭാവിയാണ്, പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് നീക്കം നടത്തില്ല എന്നുള്ള സൂചനകളൊക്കെ നേതാക്കൾക്ക് നൽകി കഴിഞ്ഞു എന്നുള്ള ഒരു സൂചനയുണ്ട്. കണ്ണമൂല വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച പാറ്റൂർ രാധാകൃഷ്ണനാണ് ഇനി രണ്ടാമത്തേത്. കീ പ്ലെയറായി മാറുന്നതും കിങ് മേക്കറായി മാറുന്നതും രാധാകൃഷ്ണൻ തന്നെയായിരിക്കും. അദ്ദേഹം BJP-ക്ക് അനുകൂലമായി നിന്നാൽ കാര്യം സേഫായിരിക്കുന്നു. അതല്ല എങ്കിൽ പരിങ്ങലിലാകും. എന്നിരുന്നാൽ പോലും ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഈ തിരഞ്ഞെടുപ്പിലെ കീ പ്ലെയറായി രാധാകൃഷ്ണൻ മാറുകയാണ്. തിരഞ്ഞെടുപ്പ് നടത്തിയ 150 വാർഡും BJP തന്നെയാണ് നേടിയത്. LDF-ന് 29-ഉം UDF-ന് 19 സീറ്റ് വീതമാണ് ലഭിച്ചിട്ടുള്ളത്. 101 ആകെ വാർഡ് എണ്ണം. 51 വേണം കേവല ഭൂരിപക്ഷത്തിന്. നിലവിൽ 50-ൽ നിൽക്കുന്ന BJP-ക്ക് രാധാകൃഷ്ണനെ ഒപ്പം കൂട്ടിയാൽ മാത്രമേ 51-ലെത്തി പരിങ്ങലില്ലാതെ ഭരണം നടത്താൻ സാധിക്കൂ. നിലവിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ BJP-ക്ക് കോർപ്പറേഷൻ ഭരിക്കാമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ല. അതങ്ങനെ തന്നെയാണ്. പക്ഷേ കേവല ഭൂരിപക്ഷം തികയാത്തത് കൊണ്ട് തന്നെ നാളെ ഒരു പക്ഷേ ഈ 29 സീറ്റുള്ള LDF-ഉം 19 സീറ്റുള്ള UDF-ഉം ഈ 2 സ്വതന്ത്രന്മാരും കൂടി ചേർന്ന് BJP-ക്ക് ഒരു വെല്ലുവിളി ഉയർത്തിയാലോ? വരാനിരിക്കുന്ന വിഴിഞ്ഞത്ത് BJP-ക്ക് എന്തായിരുന്നാലും സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ 51 ഇടത് വലത് പക്ഷങ്ങൾ മാറിയാൽ BJP-യുടെ കാര്യം കൂടുതൽ അവതാളത്തിലാകും. അപ്പോൾ ഭാവിയിൽ അത് വെല്ലുവിളിയാകാതിരിക്കാൻ വേണ്ടി അംഗസംഖ്യ 51 ആക്കും എന്ന് വേണം കരുതാൻ.